ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മൻസൂറയിലെ മെട്രോ സ്റ്റേഷനിലാണ്. എങ്ങനെയാണ് എയർപോർട്ടിലേക്ക് പോകാമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ചില ആളുകൾ എയർപോർട്ട് ഓപ്പൺ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോയ ആളുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എയർപോർട്ടിലേക്ക് കൃത്യമായിട്ട് പോകേണ്ടത്, എത്ര ലഗേജ് നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. 2014 ഏപ്രിൽ മാസമാണ് നമ്മുടെ റിയാദ് മെട്രോൻ്റെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2024 നവംബറിലാണ് ഔദ്യോഗികമായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സൽമാൻ രാജാവ്. അന്ന് മുതൽ നമ്മളെ വിദേശികളും സ്വദേശികളും ഒരേപോലെ ഏറ്റെടുത്ത വലിയൊരു പ്രൊജക്റ്റ് തന്നെയായിരുന്നു ഈ ഒരു മെട്രോ ട്രെയിനിൻ്റെത്. ഈ ഒരു ബ്ലൂ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അൽഖർജ് റോഡ് ദാറുബേദ എന്നാണ്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഈ ഒരു സബ്കോൻ്റെ സ്റ്റേഷൻ ഇവിടെ മൻഫുവ, അവിടെ ജസ്റ്റ് ഒരു ബസ്സിൻ്റെ ഒരു ഐക്കൺ കാണാം. അവിടെ നമുക്ക് ബസ് ഇറങ്ങി പോകാം എന്നുള്ളതാണ് കേട്ടോ ആ ഒരു ഐക്കൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റിയാദ് നാഷണൽ മ്യൂസിയത്തിൻ്റെ അടുത്ത് അവിടെ ഒരു വലിയ സ്റ്റേഷൻ ഉണ്ട്, അത് ഓപ്പൺ അല്ല. മുറബയിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് വന്ന അൽബിലാദ്, അത് ഓപ്പൺ അല്ല. പിന്നെ അതാ ഈ ഒരു STC എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ഒലയ ഏരിയ. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് വന്ന കിങ് ഫഹദ് ഡിസ്ട്രിക്റ്റ്, പിന്നെ മുറൂജ്, പിന്നെ അതാ ഈ KAFD എന്ന് പറയുന്ന കിങ് അബ്ദുള്ള ഈ ഒരു ഫിനാൻഷ്യൽ സിറ്റിയിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. എയർപോർട്ടിലേക്ക് പോകുന്ന ആൾക്ക് ഇത് ഏകദേശം 38 കിലോമീറ്ററും 25 സ്റ്റോപ്പുകളാണ് ഈ ഒരു ബ്ലൂ ലൈനിലുള്ളത്. ഈ ഒരു യെല്ലോ ലൈന് ഏകദേശം 29.6 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഓരോ സ്റ്റോപ്പുകളായിട്ട് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. 15, 16, 17 ഒക്കെ നമ്പർ വൈസായിട്ട് ഇങ്ങനെ നമുക്ക് കാണാം. ഒരുപാട് സ്റ്റേഷനുകൾ ഓപ്പൺ ആക്കാനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇതിൽ ടെർമിനൽ 5 അത് ഡൊമസ്റ്റിക് ഏരിയ ആണ്. ഈ ഒരു യെല്ലോ ലൈനിൻ്റെ ഏറ്റവും ലാസ്റ്റ് 20ാമത്തെ നമ്പറിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അതാണ് ടെർമിനൽ 2. നമ്മളെ നാട്ടിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റൊക്കെ ആ ഒരു ഭാഗത്താണ് വരിക. അപ്പോൾ അത് മറക്കരുത് കേട്ടോ. ഈ ഒരു കിങ് അബ്ദുള്ള സിറ്റിയിൽ നിന്ന് ഒരു പർപ്പിൾ കളറിൽ നമുക്കൊരു റോഡ് ഇവിടെ കാണാൻ പറ്റും. അത് എക്സിറ്റ് 7, 8, 9 ആ ഒരു ഭാഗത്തേക്കുള്ളതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റോഡ്, അതുപോലെ തന്നെ കർണാത്ത, യർമുക്ക്, അൽഹംറ, ഖുറൈസ് റോഡ്, അതിങ്ങനെ വന്നിട്ട് നസീമിലാണ് ആ ഒരു റോഡ് അവസാനിക്കുന്നത്. ഇത് ഏകദേശം 29.9 കിലോമീറ്ററും ഏകദേശം 12 സ്റ്റേഷനുകളും അതിലുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നസീം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്കൊരു ഓറഞ്ച് ലൈനാണ് പിന്നെ കാണാൻ പറ്റുക. ഈ ഒരു ഓറഞ്ച് ലൈന് നമ്മുടെ നസീം മുതൽ വാദിലബൻ തുവൈക്ക് വരെയാണ് ആ ഒരു റൂട്ട് വരുന്നത്. അതിൽ നമ്മുടെ എക്സിറ്റ് 15 അൽറാജി ഗ്രാൻഡ് മോസ്കിൻ്റെ അടുത്ത് കൂടി പിന്നെ ചെറിയ റോഡ്, മലാസ്, ഇപ്പം നിലവിലുള്ള നമ്മുടെ റെയിൽവേ സ്റ്റേഷന്, മലാസുള്ള ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ പിന്നെ നമ്മുടെ ബത്ത മെയിൻ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ഗ്രീൻ ലൈൻ കൂടി വരുന്നുണ്ട്. ആ ഒരു ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വസാറത്തിൻ്റെ ആ ഒരു ഭാഗം, ഒരുപാട് ഡിഫൻസിൻ്റെ ഓഫീസുകളും അതുമൊക്കെ നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് കിങ് അബ്ദുൽ അസീസ് റോഡ്. അതിലെ ഹാര വഴി അതിങ്ങനെ പോയിട്ട് ഏകദേശം സുലൈമാനി ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ആ ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞാൽ 12.9 കിലോമീറ്റർ വരുന്നുള്ളൂ. അതിൽ തന്നെ ഏകദേശം 17ഓളം സ്റ്റോപ്പുകൾ വരുന്നുണ്ട്. അത് വരുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അവിടെയാണ് അവസാനിക്കുന്നത്. പിന്നെ നമുക്കൊരു റെഡ് ലൈന് അവിടെ കാണാൻ കഴിയും. ആ റെഡ് ലൈൻ എന്നുള്ളത് ഏകദേശം കിങ് സൗദ് യൂണിവേഴ്സിറ്റി മുതൽ നമ്മുടെ കിങ് ഫഹദ് സ്റ്റേഡിയം വരെയുള്ള ഒരു റോഡാണ്. അത് ഏകദേശം 25.3 കിലോമീറ്ററാണ്. അതിൽ 15ഓളം സ്റ്റോപ്പുകൾ വരുന്നുണ്ട്. ആ ഒരു റോഡ് നമ്മുടെ തക്കസൂസി ആ ഒരു ഭാഗത്തുകൂടിയാണ് കേട്ടോ. നുസുവ, അതുപോലെ തന്നെ റിയാദ് എക്സിബിഷൻ സെൻറ്റർ, ഖാലിദ് ബിൻ വലീദ് റോഡ്, പിന്നെ ഹംറ കട്ട് ചെയ്തിട്ട് ഖലീജ് കയറും, മിസ്ബിയിൽ വരും. പിന്നെ നമ്മുടെ ആ ഒരു കിങ് ഫഹദ് സ്റ്റേഡിയത്തിലേക്ക് ഇനി ഫുട്ബോളൊക്കെ കാണാൻ മെട്രോയിൽ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. നേരെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്കാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ഐക്കണുകൾ കാണാൻ സാധിക്കും. ബസ്സിൻ്റെ, അതുപോലെ തന്നെ ഫ്ലൈറ്റ്, പിന്നെ ഒരു കാറിൻ്റെത്, പിന്നെ കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വേറെയും കാണാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബസ്സിൻ്റെ ഐക്കൺ കാണുന്ന ആ ഒരു സ്റ്റോപ്പ്, നമുക്ക് അവിടെ റൂട്ട് മാപ്പുകൾ ഉണ്ടാവും ഇതേപോലെ. ആ ഒരു മാപ്പിൽ നമുക്ക് ബസ്സിൻ്റെ ഐക്കൺ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു മെട്രോ സ്റ്റേഷൻ്റെ താഴെ തന്നെ ബസ് സർവീസും അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്ത് 2 മണിക്കൂറിൻ്റെ യാത്രക്കാണ് 4 റിയാൽ നമ്മളടുത്ത് നിന്ന് ഈടാക്കുന്നത്. അങ്ങനെ നമ്മൾ വന്ന് 1 മണിക്കൂർ കൊണ്ട് നമ്മളെ യാത്ര കഴിഞ്ഞു. നമ്മൾ പിന്നെ ആ ഒരു ബസ്സിൽ സെയിം കാർഡ് തന്നെ വെച്ച് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോവില്ല. അതേപോലെ തന്നെ ഒരാൾക്ക് ഒരു കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 4 ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ 4 ആൾക്കും വേണ്ടിയിട്ട് ഒരേ ATM തന്നെ
അവിടെ പേയ്മെൻറ്റ് ചെയ്താൽ അത് പേയ്മെൻ്റ് ആവില്ല. 4 കാർഡിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. എന്നാലേ നമുക്ക് മെട്രോന്ന് പുറത്തേക്ക് എക്സിറ്റ് ആവാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവർ നമ്മളെ സെക്യൂരിറ്റിക്കാരെ അവിടെ പിടിച്ചു വെക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. മൂന്നാമതൊരു കാര്യം, നമ്മൾ മെട്രോയിൽ പോകുന്ന സമയത്ത് ലഗേജ്, എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് ലഗേജ് നമ്മൾ ഇതേപോലെയുള്ള ട്രോളി ബാഗിൽ യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മൾ വലിയ ബാഗ് അല്ലെങ്കിൽ വലിയ കാർഡ്ബോർഡ് പെട്ടി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അതാകുമ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡുമായി, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മൾ തൊട്ടടുത്ത് തന്നെ വെക്കുകയും ചെയ്യാം. ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ വെള്ളി ശനി ദിവസങ്ങളിലൊക്കെ മെട്രോ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ എയർപോർട്ടിൽ പോകാനും മെട്രോയിൽ പോകാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം യാത്രകൾ കുറച്ചുകൂടി നേരത്തെ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ കിങ് അബ്ദുള്ള സിറ്റി അവിടെ ഏകദേശം ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ തിരക്കാവുക, അങ്ങനത്തെ പല വിഷയങ്ങളും ഉണ്ടാകും. അതുകൂടി കണക്കാക്കിയിട്ട് മാത്രമേ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുകയോ ഫ്ലൈറ്റ് പോവുകയോ ചെയ്ത് പിന്നെ നമ്മൾ മെട്രോനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് റിയാദ് മെട്രോൻ്റെ റൂട്ടുകളും അതുപോലെ തന്നെ അതിൻ്റെ ചാർജ്, അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, ലഗേജ് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, എല്ലാ വിഷയത്തെ പറ്റിയിട്ടും നമ്മൾ ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അറിയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് കയറിയ ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എയർപോർട്ട് ഓപ്പണാണ്, ആ ഒരു രീതിയിലൊക്കെ നമുക്ക് പോയാൽ സുഖമായിട്ട് എയർപോർട്ടിലേക്ക് വെറും 4 റിയാലിൽ നമുക്ക് എയർപോർട്ടിലേക്ക് എത്തിച്ചേരാം.